ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ആൻറ്റി ഏജിങ് മാസ്കിനെ കുറിച്ചാണ്. ഇതൊരു 15 ഡേയ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എല്ലാം മാറി നല്ല ഗ്ലാസ് സ്കിൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വേർഷനിൽ ബെറ്റർ സ്കിൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. കോഫി പൗഡർ, കോൺഫ്ലോർ, ഫ്ലാക്സ് സീഡ്, ബനാന സ്കിൻ ആൻഡ് കുറച്ച് വെള്ളം. ഇത്രയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഫസ്റ്റ് മാസ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ച് കോഫി പൗഡർ, പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കേർഡ് അല്ലെങ്കിൽ യോഗർട്ട് ഇടുക, പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോർ ഇടുക. കോൺഫ്ലേക്സ് എന്ന് പറയാൻ വരുമോ, ഞാൻ ഡെയിലി അത് കഴിച്ച് കോൺഫ്ലോർ ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർക്കുക. അതിലേക്കായിട്ട് പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണം. ഫ്ലാക്സ് സീഡ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കണം. നല്ല തിളപ്പിച്ച് അതിനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു ജെൽ ഫോം പോലെയാകും. എന്നിട്ട് ഒരു തുണിയിൽ വെച്ച് നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. ഞാൻ അരിപ്പയിൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, തുണിയിൽ തന്നെ എടുക്കണം. തുണിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ ആ ജെല്ല് നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് നേരം അടുപ്പേ വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് ഒരു സൈഡ് ബ്ലാക്ക് ആയി, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഈ ജെല്ലിങ്ങനെ പിഴിഞ്ഞെടുക്കുക. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അത് കിട്ടുക. ഓക്കെ, എന്നിട്ട് ആ ജെല്ലിന് നമ്മളുടെ മിക്സിയുടെ കുഞ്ഞു ജാറില്ലേ അതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ, കോൺഫ്ലോർ, കേർഡ് എല്ലാം കൂടെ അതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് പോലാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു ഹെൽത്തി ഇൻഗ്രീഡിയൻ്റ് ആണ്. കോഫി വന്നിട്ട് സ്കിൻ വൈറ്റനിങ് ആണ്, കേർഡ് സ്കിൻ ക്ലീനിങ് ആൻഡ് വൈറ്റനിങ് ആണ്, ഫ്ലാക്സ് സീഡ് വന്നിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത് 15 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് 15 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ തന്നെ പറയും. ഓക്കെ, എന്തെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നല്ലൊരു ലെയർ, ഓൾവേസ് ഒരു നല്ലൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റി വന്നിട്ട് ഒരു 5-6 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കാണും. ഫ്രിഡ്ജിൽ വെച്ച് 5 ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. 5 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കുക. തണുപ്പോടെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ചു നേരം പുറത്ത് വെച്ചിട്ടിടുക. ബിക്കോസ് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. അവിടെ തണുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ട് തേക്കുവാണ് നല്ലത്. ഫസ്റ്റ് ഡേ തേക്കുമ്പോൾ തണുപ്പുണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ തണുപ്പുണ്ട്, സൈനസൈറ്റിസ് വന്ന് തലവേദനയൊന്നും എടുക്കാതിരിക്കാനായിട്ട് വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് ഉപയോഗിക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് നിങ്ങൾ ഇതിങ്ങനെയുള്ള ആപ്ലിക്കേഷന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചാൽ ഈസി ആയിരിക്കും. നീറ്റായിട്ട് ഹൈജീനായിട്ട് വെക്കാൻ ശ്രമിക്കണം. കണ്ണിന്റെ അടിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് നിറയെ പേർക്കും കണ്ണിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ടയർഡ്നെസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് വീഴുന്നത് കണ്ണിനടിയിലാണ്. സോ കണ്ണിനടിയിൽ തേക്കാൻ മറക്കരുത്. ഇത് ഓർഗാനിക് ആയ കാരണം, നാച്ചുറൽ ആയ കാരണം കണ്ണിനടിയിൽ തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല കേട്ടോ. ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ എടുത്ത് എടുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, തേക്കുമ്പോൾ നമുക്ക് ഈസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 15 ഡേയ്സ് തേച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലീൻ ഫേസിൽ മാത്രമേ ഇതിടാവുള്ളൂ. ഇതിടുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് ഡ്രൈ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, എന്നിട്ട് വേണം ഇതിടാൻ. അല്ലാതെ ഇട്ടാൽ ഇതിന് പകരം മുഖക്കുരു വരും. ഇത് ഏത് ഏജിലുള്ളവർക്കും ഇടാവുന്നതാണ്. ഇതുപോലൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ certain extent we can control our skin wrinkles അല്ലെങ്കിൽ സാഗ് ആകുന്നതൊക്കെ നന്നായിട്ട്. സാഗ് ആകുന്നതിന് മലയാളം എന്താ പറയാ, ചുരുങ്ങിപ്പോവുക എന്നല്ലേ, അങ്ങനെ ആവുന്നതിനൊക്കെ ആകാതെയൊക്കെ നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും പറഞ്ഞല്ലേ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് പറഞ്ഞാല് അത് നാച്ചുറലായിട്ട് ഉണ്ടാകും, കുറച്ച് ലേറ്റ് ആയിട്ട് വരും. നമ്മൾ കേട്ടിട്ടില്ലേ കുറേ ഏജുള്ള ആൾക്കാരൊക്കെ എപ്പോഴും നല്ല
എനർജറ്റിക് ആയിട്ട് നല്ല ഫേസ്, നല്ല ബ്യൂട്ടി ആയിട്ടൊക്കെ ഇരിക്കുന്ന അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക, എങ്ങനെയുണ്ട്, നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, 5 ദിവസം വരെ സൂക്ഷിക്കാം. അപ്പോൾ ചാപ്റ്റർ 2ലേക്ക് നമുക്ക് പോകാം. ചാപ്റ്റർ 2ലേക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൈസ്, ബനാന പീൽ, കോൺഫ്ലോർ ആൻഡ് കേർഡ്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതും 5 ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുഖത്തേക്ക് ഇടാനായിട്ട് എടുക്കുമ്പോൾ വീണ്ടും ഞാൻ പറയാണ്, റൂം ടെമ്പറേച്ചറിൽ ആയി കഴിഞ്ഞ് മാത്രം ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിന്റെ കൂടെ തലവേദനയും കൂടെ കിട്ടും. അതുകൊണ്ട് സൈനസൈറ്റിസ് വരും. എനിക്കൊക്കെയാണെങ്കിൽ ഭയങ്കര മൈഗ്രെയിൻ ഉള്ള ആളാണ് ഞാൻ. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിക്കാം. ബനാന പീൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളർ മാറും കേട്ടോ. ഒരു റെഡിഷ്, ബ്രൗണിഷ്, ബ്ലാക്കിഷ് ഒക്കെ ആയിട്ട് മാറും. അത് കുഴപ്പമില്ല. ആ ഒരു കറയാണ് നമ്മുടെ ഫേസിന് വേണ്ടത്. സോ ഫേസിലെ ചുളിവുകളും ഫൈൻ ലൈൻസും ബ്ലാക്ക് സ്പോട്ടും എല്ലാം പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ ഫേസിൽ ഒരു പാക്ക് ഇട്ടുകൊണ്ട് ഇത് കയ്യിലിട്ടാണ് കാണിക്കുന്നത്. കൈയിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. എൻ്റെ കയ്യിലുള്ള 2 പാട് നമ്മുടെ വത്തൽ മുളക് വറുത്തപ്പം പൊട്ടിത്തെറിച്ചതാണ്. ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ. ഇത് 30 മിനിറ്റ്സ് ഇടണം കേട്ടോ. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിന്റെ ഡിഫറൻസ്. സോ എല്ലാം തന്നെ 15 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ഇട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷം. സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് ഒരുപാട് താങ്ക്സ്.